ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ എവിടെയാണെന്നുള്ളത് വെച്ചാൽ നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിന്നൊരു മണാലി ട്രിപ്പ് പോവുകയാണ്. അപ്പോൾ കോളേജ് ബേസ് ചെയ്തിട്ടാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങളെല്ലാവരും മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട് വരെ ബസ്സിലാണ് പോന്നിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയാണ്. കുറച്ച് ആൾക്കാർ വന്നിട്ടുണ്ട്, ഇനിയും കുറച്ച് ആൾക്കാർ വരാനുണ്ട്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ വന്നവരൊക്കെ ഇവിടെ ഇരിക്കാണ്ടോ. നമുക്ക് ട്രെയിന് 4:30ക്കാണ് എടുക്കുന്നത്. അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരത്തെ തന്നെ ഇവിടെ എത്തിയിരുന്നു കേട്ടോ. ട്രെയിൻ നമ്പർ 1 അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ വന്നപ്പോൾ തന്നെ ഫ്രണ്ട് പോയിട്ടാട്ടോ നിന്നത്. അപ്പോൾ ഞങ്ങൾ അപ്പാർട്ട്മെൻറ്റ് ഏറ്റവും ബാക്കിലാണ് എന്നുള്ള കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങൾ കുറച്ച് ഓടിയിട്ടൊക്കെയാണ് കേട്ടോ ട്രെയിനിൽ കയറിയിരുന്നത്. ഇത് ഞാൻ സ്റ്റേഷനിൽ വാങ്ങിയ ലേസായിരുന്നു കേട്ടോ. അപ്പോൾ ഞാനിത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ട്രെയിന് വന്നത്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ട്രെയിനിലെല്ലാം കയറിയപ്പോൾ തന്നെ ഞാനിത് ആദ്യം ഫിനിഷാക്കാൻ വേണ്ടിയിട്ട് നിന്നു. എവിടുന്ന് എപ്പോൾ ട്രെയിനിൽ കയറിയാലും ആ തല തൊട്ട് ഈ തല വരെ ട്രെയിനിൽ വരുന്ന സമയത്ത് നമ്മളൊന്ന് ഓടി കയറേണ്ടി വരും കേട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങളെല്ലാവരും കയറി. ഞങ്ങളെ സീറ്റെല്ലാം ഞങ്ങൾ കണ്ടു. ബാഗും കാര്യങ്ങളെല്ലാം ഞങ്ങൾ സീറ്റിൽ വെക്കുകയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ കയറി ഇതിൽ വെള്ളമെല്ലാം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി നമ്മൾ ഇവിടുന്ന് പോവാം കേട്ടോ. കോഴിക്കോട് ടു ഡൽഹിയാണ് നേരെ. അപ്പോൾ നമ്മൾ ഇവിടുന്ന് 4:30ക്കാണ് കേട്ടോ ട്രെയിൻ കയറിയിരുന്നത്. നമുക്ക് ഡയറക്റ്റ് ഡൽഹിയിലാണ് എത്തേണ്ടത്. അപ്പോൾ നമ്മൾ നാളെ ഇല്ല മറ്റന്നാൾ മോർണിംഗ് ആണ് കേട്ടോ ഡൽഹിയിലെത്തുള്ളൂ. അപ്പോൾ അതുവരെ നമ്മൾ ട്രെയിനിൽ തന്നെയാണ് കേട്ടോ സ്പെൻഡ് ചെയ്യാനുള്ളത്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് പോകുന്നതിന് ശേഷം പിന്നെ നൈറ്റായപ്പോൾ പല സ്റ്റേഷനിലും വണ്ടി നിർത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്നെല്ലാം വെള്ളമൊക്കെ നിറച്ചുകൊണ്ട് പോകാൻ കേട്ടോ. കാരണം വെള്ളത്തിന് നല്ല ക്ഷാമമാണ് ട്രെയിനിൽ. അങ്ങനെ ഞങ്ങൾ നൈറ്റിനുള്ള ഫുഡ് ഒരു ആപ്പിൽ ഓർഡർ ചെയ്തൊക്കെ ആയിരുന്നു. അങ്ങനെ നമുക്ക് ഓർഡർ ചെയ്ത ഫുഡെല്ലാം കിട്ടിയിരുന്നു. ഇതായിരുന്നു കേട്ടോ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തത്. പിന്നെ ആ ഒരു സമയത്ത് തന്നെ ഒരു കോഫി ഞങ്ങൾ ഓർഡർ ചെയ്തിരുന്നു കേട്ടോ. അതെല്ലാം കുടിച്ചു. പിന്നെ കുറച്ച് നേരം ലുഡോ ഒക്കെ കളിച്ച് അന്നത്തെ ദിവസം അങ്ങനെ കഴിഞ്ഞു. അങ്ങനെ ഇന്നലത്തെ ഡേ അങ്ങനെയൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇന്നലെ ഈവനിങ് ആണ് നമ്മൾ കയറിയിരുന്നത്. പിന്നെ ഇന്നിപ്പോൾ പിറ്റേന്ന് മോർണിംഗ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെ മോർണിംഗേ നമ്മൾ ഡൽഹിയിൽ എത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞങ്ങൾ മോർണിംഗ് എല്ലാം എണീറ്റതിന് ശേഷം ഞങ്ങൾ ഫ്രഷപ്പ് എല്ലാം ചെയ്യാണ് കേട്ടോ. എല്ലാവരും ബ്രഷ് എല്ലാം ചെയ്യുന്നുണ്ട്. മിസ് അവിടെ സ്റ്റോറി ഇടാൻ വേണ്ടിയിട്ട് ഫോട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ട്രെയിനിൽ തന്നെയാണ് കേട്ടോ ഫ്രഷ് ആവുന്നത്. ഞങ്ങളെല്ലാവരും നേരത്തെ എണീറ്റിരുന്നു. ഇത് സാദിഖ് സാറാണ് കേട്ടോ. സാറ് ബ്രഷ് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ബ്രഷ് എല്ലാം ചെയ്തതിന് ശേഷം ഫേസ് വാഷ് ഒക്കെ ഇട്ട് മുഖമെല്ലാം ക്ലീൻ ചെയ്തു. പിന്നെ മുടിയെല്ലാം ചീകി എല്ലാം കഴിഞ്ഞു. രാവിലത്തെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടോ. പിന്നെ കുളിയൊന്നും ഇവിടെ ഇല്ല. ട്രെയിനിലായതുകൊണ്ട് കുളിയും ബാക്കി കാര്യങ്ങളൊന്നും നമുക്ക് പോസിബിൾ അല്ല. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞു കേട്ടോ രാവിലെ തന്നെ. അങ്ങനെ ഞങ്ങളെ ഫ്രഷപ്പ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഇങ്ങോട്ട് വന്ന് നോക്കിയപ്പോൾ ഇവരൊക്കെ ഞങ്ങളെ മുമ്പേ എണീറ്റിട്ടുണ്ട് കേട്ടോ. ഇവരുടെ ഫ്രഷപ്പും കാര്യങ്ങളൊക്കെ നേരത്തെ കഴിഞ്ഞു. സുമ, ഫാദ്, മുർഷ് എല്ലാവരും ഉണ്ട് കേട്ടോ. അവരൊക്കെ രാവിലെ എണീറ്റിട്ട് തന്നെ വിൻഡോ സീറ്റ് ബുക്ക് ചെയ്തിട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് സാദിഖ് സാറ് കാരൊക്കെ തന്നു കേട്ടോ രാവിലെ തന്നെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് പത്തിനും ചപ്പാത്തിയായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഞങ്ങൾ 2 ദിവസത്തിനുള്ള ഫുഡ് എല്ലാം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ രാവിലത്തെ ഫുഡ് അങ്ങനെ കഴിഞ്ഞു. സീറ്റിൻ്റെ ബാക്കിൽ തന്നെ വേറൊരു ഫാമിലീസ് ഉണ്ട് കേട്ടോ. ഇവർ മലയാളീസ് ഒന്നും അല്ല. പക്ഷേ ഈ ഒരു ക്യൂട്ട് ബേബിനെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിരുന്നു കേട്ടോ. നല്ല കണ്ണൊക്കെ എഴുതിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കുട്ടീനെ കാണാൻ. ഈ കുട്ടീനെ ഞാനെടുത്ത് കളിപ്പിക്കാനൊക്കെ നോക്കിയിട്ടോ. പക്ഷേ കുട്ടി നന്നായിട്ട് കരയുന്നുണ്ടായിരുന്നു. എടുത്തപ്പോഴൊന്നും സീനില്ലായിരുന്നു കേട്ടോ. പിന്നെ ഇങ്ങനെ കരഞ്ഞു വരുന്നത് കണ്ടോ. പിന്നെ ഇങ്ങനെ കരയാൻ തുടങ്ങി കേട്ടോ. പിന്നെയും കുറച്ച് കഴിഞ്ഞതിന് ശേഷം വേറൊരു സെക്ഷനിൽ ട്രെയിൻ നിർത്തിയിട്ടോ. അപ്പോൾ
മുറിച്ച് അതെല്ലാം പുറത്തിറങ്ങിയിരുന്നുണ്ട്. അവർ പുറത്തുള്ള കണിക്കൊന്നെല്ലാം ട്രെയിനിൻ്റെ ഉള്ളിലേക്ക് ആക്കിയിരുന്നു. എന്നിട്ട് ആഫീസാണെങ്കിൽ അതെല്ലാം ഫുള്ള് ട്രെയിനിൽ ഡെക്കറേഷൻ ചെയ്ത് വെച്ചിരുന്നു. എന്തിനാണെന്നുള്ളത് എനിക്കറിയില്ല. ഫോട്ടോ എടുക്കാൻ വേണ്ടി നോക്കിയതാണ്, പക്ഷേ ഫോട്ടോ ഒന്നും കിട്ടിയില്ല കേട്ടോ. രണ്ട് സൈഡിലും ഓൾ അത് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മിസ്സാണ് തലക്കിരിക്കുന്നത്. മറ്റേ വിൻഡോയിൽ ആഫീസാണ് ഇരിക്കുന്നത്. പിന്നെ നമ്മളെ നേരെ ഓപ്പോസിറ്റുള്ളതും നമ്മളെ മലയാളീസ് തന്നെയാണ് കേട്ടോ. ഇവരും ഡൽഹിക്കാണുള്ളത്. നമ്മൾ കയറിയപ്പോൾ തന്നെ ഇവരുണ്ടായിരുന്നു. ഇവർ എക്സാം ബേസ് ചെയ്തിട്ട് പോവുകയാണ്. ഇവർ നമ്മളെ കൂടെ ഡൽഹിയിൽ തന്നെ ഇറങ്ങും കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം ഇയാൾ ഓൻ്റെ കൂടെ ഓൻ്റെ കസിൻസ് എല്ലാം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഓരെ പരിചയപ്പെടാമെന്ന് പറഞ്ഞിട്ട് ഓന് ഇന്നെ അങ്ങോട്ട് കൊണ്ടുപോവുകയാണ്. സബ്സ്ക്രൈബ് ചെയ്യുക, അതാണ് ഇതാണെന്നെല്ലാം പറഞ്ഞിട്ട് ഓനെ പരിചയപ്പെടാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുകയാണ്. അങ്ങനെ ഓനെല്ലാം ഞങ്ങളെ പരിചയപ്പെടുത്തി തന്നു കേട്ടോ. പിന്നെ അനസ് അവിടെ ഉണ്ടായിരുന്നു. ഇവർക്ക് കിട്ടിയ സീറ്റ് ഇവിടെ കേട്ടോ. ബാക്കി ഞങ്ങളെല്ലാവരും ഫ്രണ്ടിലാണ്. ഇവർക്കെല്ലാവർക്കും ഞങ്ങളെ സീറ്റിൻ്റെ 2 സീറ്റ് കഴിഞ്ഞിട്ട് അപ്പുറത്തൊരു കമ്പാർട്ട്മെൻറ്റിലാണ് കേട്ടോ ഇവർക്ക് സീറ്റ് കിട്ടിയിട്ടുള്ളത്. ഇതാട്ടോ നമ്മൾ നേരത്തെ എടുത്തിന് ബേബി ഉറങ്ങിയിട്ടുണ്ട്. പിന്നെ നമ്മളെ സീറ്റിലേക്ക് തന്നെ പോവുകയാണ്. അതുപോലെ തന്നെ നമ്മളെ സീറ്റിൻ്റെ തൊട്ട് ബാക്കിൽ വേറൊരു ഫാമിലീസ് ഉണ്ടായിരുന്നു കേട്ടോ. ഇവർ മലയാളീസ് ഒന്നുമില്ല. ഇവർ നെക്സ്റ്റ് സ്റ്റോപ്പ് മുംബൈ ആണ് വരുന്നത്. ആ സ്റ്റോപ്പിൽ ഇറങ്ങാനുള്ള ടീംസാണ്. പക്ഷെ ഇവരായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. ഇവർ ഒരു കരയണ ഭാഷയിൽ നമ്മളോട് സംസാരിക്കും. നിഹാൽ എന്തൊക്കെയോ തർജ്ജമ ചെയ്തിട്ട് അങ്ങോട്ടും സംസാരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ എൻ്റെ യൂട്യൂബ് ചാനലിനെ പറ്റിയൊക്കെ അവരോട് പറഞ്ഞിരുന്നു നിഹാൽ. അപ്പോൾ ഒരു സബ്സ്ക്രൈബ് ചെയ്തെല്ലാം ചെയ്തിരുന്നു. അപ്പോൾ അവർ ഇറങ്ങാനായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ഇറങ്ങാനായപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റ് ഒരു ഗിഫ്റ്റായിട്ട് തന്നിരുന്നു കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ കാണുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ട്രെയിനിലെല്ലാം ട്രാവൽ ചെയ്യുമ്പോൾ നമുക്ക് പ്രത്യേക ഒരു ഫീലിങ്സ് അല്ലേ കിട്ടുക. കാരണം അറിയാത്ത ഒരുപാട് ആൾക്കാരുണ്ടാവും. അപ്പോൾ അവരെ പരിചയപ്പെടുമ്പോൾ നമുക്ക് പ്രത്യേകതരം ഒരു ഹാപ്പിനെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അതെല്ലാം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങൾ ഒരുപാട് സംസാരിച്ചൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവർ ഈ സ്റ്റോപ്പിൽ ഇറങ്ങും കേട്ടോ. അപ്പോൾ എനിക്കൊരു ബിസ്ക്കറ്റ് അവർ ഗിഫ്റ്റായിട്ട് തന്നിരുന്നു. നിഹാൽ അത് ട്രെയിനിലുള്ള എല്ലാവർക്കും കൊടുത്തിരുന്നു കേട്ടോ. കമ്പനിയുള്ള അറിയുന്ന ആൾക്കാർക്കൊക്കെ അത് ഷെയർ ചെയ്ത് കൊടുത്തിരുന്നു. അങ്ങനെ ഈ ഒരു സ്റ്റേഷനിലാണ് കേട്ടോ അവർ ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ അവരിറങ്ങുകയാണ്. അപ്പോൾ നമ്മളെ കൂടെ കമ്പനി ആയിട്ട് ഒരു ദിവസം അവരുണ്ടായിരുന്നു, ഹാഫ് ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല രസമായിരുന്നു അവരോട് കമ്പനി ആയിട്ട് ഇരിക്കാനൊക്കെ. അപ്പോൾ അവർ പോവുകയാണ്. അപ്പോൾ ഞാൻ അവരെ ഇറക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനും അവിടെ ഇറങ്ങിയിട്ടോ. അവരെല്ലാവരും ബൈ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ ഇനിയും ഇവിടെ ഈ സ്റ്റോപ്പിൽ നിന്ന് വേറെ കുറേ ആൾക്കാർ നമുക്ക് കയറും. ഇനി വരുന്നവരെങ്ങനെയാണ് എന്താണെന്ന് നമുക്കറിയില്ല. അങ്ങനെ അവർ മുംബൈയിലാണ് കേട്ടോ ഇറങ്ങിയിരുന്നത്. മുംബൈയിൽ കുറച്ച് നേരം ട്രെയിൻ നിർത്തിയിട്ടിരുന്നു. ആ സമയത്ത് ഇതുപോലെ സോങ് എല്ലാം പാടുന്ന കുറച്ച് ആൾക്കാരെല്ലാം വന്നിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു മോള് വന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പാട്ടെല്ലാം പാടിപ്പിച്ച് മോളെ ഹാപ്പി ആക്കിയിട്ടൊക്കെ വിട്ടിരുന്നു. അതിന് ശേഷം വേറൊരു ഫാമിലീസ് നമ്മൾ ബാക്കിൽ തന്നെ വന്നിട്ടുണ്ട്. അവരിനി എങ്ങനെയാണെന്ന് അറിയില്ല. അതെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ കുറച്ച് കലാപരിപാടീസ് ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഞങ്ങൾ എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ട് അങ്ങനെ കുറച്ചൊരു എൻജോയ് ചെയ്തിട്ട് യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു. अंधेरा तेरा मैंने ले लिया मेरा उजला सितारा तेरे नाम किया चन्ना मेरे या चन्ना मेरे या चन्ना मेरे या ओ प्रिया चन्ना मेरे या चन्ना मेरे या. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ദിവസത്തിലെ ഈവനിങ് എല്ലാം ആയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ കുറച്ച് കലാപരിപാടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇത് മുംബൈയിൽ നിന്ന് കയറി വേറെ ഫാമിലീസ് ആയിരുന്നു. മറ്റേ ഫാമിലീസ് ഇറങ്ങിയതിന് ശേഷം വേറൊരു ഫാമിലീസ് കയറിയെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു ഫാമിലീസ് ആണ് കേട്ടോ. അതിലും 2 കുട്ടികളുണ്ടായിരുന്നു. ഓരും ഞങ്ങളുടെ കൂടെ ജോയിൻ ചെയ്തിരുന്നു കേട്ടോ സോങ് പാടാനും. അങ്ങനെ ഇവരായിട്ട് കുറേ സമയം ഞങ്ങൾ സ്പെൻഡ് ചെയ്തിരുന്നു കേട്ടോ. അവരെ സംസാരം കാര്യങ്ങളൊക്കെ കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. ഒരു സോങ് എല്ലാം ഞങ്ങൾക്ക് പാടി തന്നിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഓരോ ഭാഷ അറിയില്ല എന്നുണ്ടെങ്കിൽ മിസ്സ് കുറേയൊക്കെ സംസാരിച്ച് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരോട് സംസാരിച്ചിരിക്കാനും.
അവരെ കൂട്ടത്തിൽ തന്നെ വേറെ 2 കുട്ടികളും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. അവർ ബോയ്സിനായിട്ട് നല്ലതായിട്ട് ഗെയിമെല്ലാം കളിക്കുമായിരുന്നു കേട്ടോ. അവരങ്ങനെ ഒരുപാട് എൻജോയ് ചെയ്തിട്ട് കാർഡോ ഐറ്റംസ് എല്ലാം കൊണ്ടുവന്നിരുന്നു കേട്ടോ അവരെ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അവരതെല്ലാം യൂസ് ചെയ്തിട്ട് എല്ലാവരും കളിക്കുമായിരുന്നു. എന്തായാലും ട്രെയിനിൽ നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. കുറേ ആൾക്കാരെ കൂടെ സ്പെൻഡ് ചെയ്യാൻ പറ്റി, കുറേ ആൾക്കാരെ അറിയാൻ പറ്റി, കമ്മ്യൂണിക്കേഷൻ ചെയ്യാൻ പറ്റി. ഒരുപാട് ആൾക്കാരായിട്ട് ഇങ്ങനെ പുതിയ ആൾക്കാരെ നമുക്ക് അറിയുന്നത് വലിയൊരു ഹാപ്പിനെസ് അല്ലേ. അപ്പോൾ അതെല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈവനിങ് ആവാനായിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് അൻസബ് ഉറങ്ങായിരുന്നു. ആ സമയത്താണ് സുമൻ്റെ കുറച്ച് കലാപരിപാടി അൻസബിൻ്റെ മുഖത്ത് അണിനീറും ലിപ്സ്റ്റിക്കൊക്കെ എടുത്തിട്ട് അവളെന്തൊക്കെയോ മേക്കപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അവന് ഉറങ്ങാൻ വേണ്ടി കിടന്നതായിരുന്നു. നീച്ചപ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം കാണുന്നത്. ഒക്കെ അത് വലിയ കോമഡി ആയിട്ട് തോന്നിയിരുന്നു കേട്ടോ. അങ്ങനെ നീച്ചപ്പം മിററിൽ നോക്കിയപ്പോൾ ഓൻ്റെ കോലം ഇതാണ് അവസ്ഥ. പിന്നെ നമ്മൾ ഉച്ചക്കുള്ള ഫുഡും ആ ആപ്പിൽ നിന്ന് തന്നെയാണ് ഓർഡർ ചെയ്തിരുന്നത്. ഞങ്ങൾ മാക്സിമം ട്രെയിനിൽ നിന്ന് ഫുഡ് വാങ്ങുന്നത് കുറച്ചൊക്കെ ആയിരുന്നു കേട്ടോ. ഈവനിങ് ആയപ്പോൾ വേറൊരു സ്റ്റേഷനിൽ എത്തിയിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ എത്തിയപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം പുറത്തെല്ലാം ഇറങ്ങിയിരുന്നു കാറ്റെല്ലാം കൊള്ളാൻ വേണ്ടിയിട്ട്. ഇത് പെന്നി എന്ന് പറഞ്ഞ ഒരു പ്ലേസ് ആണ് കേട്ടോ. അപ്പോൾ ഇവിടെ കുറച്ച് നേരം ട്രെയിനിൽ നിർത്തിയിരുന്നു. അപ്പോൾ ഞാൻ അവിടുന്ന് ഓൺവേഴ്സ് ആയിട്ടൊരു വീഡിയോ എടുത്തതായിരുന്നു. എഡിറ്റ് ചെയ്തിട്ട് അതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും വോയിസ് ഓവർ കൊടുക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ ഒരുപാട് സമയം ഇങ്ങനെ ട്രെയിനിൽ പോയിട്ടോ. പിന്നെ ഇപ്പോൾ ഏകദേശം മഗ്‌രിബായിട്ടുണ്ട്. നമ്മളവിടേക്ക് ഈ സമയത്ത് ഇരുട്ടായി തുടങ്ങും. ഇവിടെ എപ്പോഴും നല്ല വെളിച്ചം പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ. 7 മണിയൊക്കെ ആവാനായിട്ടുണ്ട്. എന്നാലും ഇവിടെ നല്ല വെളിച്ചം പോലെ നിൽക്കുന്നുണ്ട്. നമ്മളവിടേക്ക് ആകുമ്പോൾ ഇരുട്ടായി തുടങ്ങുന്ന സമയമായിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് നേരം വിൻഡോയിൽ സോങ് എല്ലാം കേട്ടിരുന്ന് ഇങ്ങനെ വ്യൂ ചെയ്യായിരുന്നു കേട്ടോ. എല്ലാം പുറത്തിരുന്ന് കാണുമായിരുന്നു. പിന്നെ നൈറ്റ് ആയപ്പോൾ ഇവർ വീണ്ടും ലുഡോയും കാര്യങ്ങളൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ ലുഡോയും ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് വരും. പിന്നെ നമ്മളപ്പുറത്ത് നേരത്തെ വന്ന ഫാമിലീസിലുള്ള കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവരെല്ലാവരും കൂടിയിട്ട് ഇവിടെ ഗെയിം കളിക്കുമായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് നേരം കൂടെ പുറത്ത് പോയിരുന്ന് കാറ്റെല്ലാം കൊള്ളായിരുന്നു കേട്ടോ. കാരണം ഉള്ളിൽ അത്യാവശ്യം ചൂടെല്ലാം ഉണ്ടായിരുന്നു. ഓരോ സ്റ്റേഷനിൽ നിർത്തുമ്പോൾ ഞങ്ങൾ ജസ്റ്റ് പുറത്തെല്ലാം ഇറങ്ങി നോക്കുന്നുണ്ട്. അങ്ങനെ നമ്മൾ ഈ സ്റ്റേഷനിൽ എത്തിയപ്പോഴാണ് കേട്ടോ നൈറ്റിനുള്ള ഫുഡ് വാങ്ങിയത്. ഈ സമയത്തിനുള്ള ഫുഡ് നമ്മൾ ഓർഡർ ചെയ്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ഒരു സ്റ്റോപ്പിൽ നിന്ന് വാങ്ങാമെന്ന് വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവിടെ നിന്ന് എല്ലാവരും പുറത്തിറങ്ങിയിട്ടുണ്ട് ഫുഡെല്ലാം വാങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ നല്ല തിരക്കായിരുന്നു കേട്ടോ. എല്ലാവരും ഇവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് ജസ്റ്റ് ഫുഡെല്ലാം വാങ്ങിയിരുന്നു കേട്ടോ. ഇവിടുത്തെ ഫുഡ് ഇങ്ങനെയാണ് സംഭവം. പക്ഷെ എനിക്കത് ഇഷ്ടമായില്ല കേട്ടോ. ഇവിടുത്തെ ബിരിയാണിയാണെന്നൊക്കെയാണ് പറയുന്നത്. പക്ഷെ എനിക്കത് വലിയ നേക്കായിട്ടൊന്നും തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ വല്ലാതെ കഴിച്ചതൊന്നും ഇല്ലായിരുന്നു. എല്ലാവരും വാങ്ങിയിരുന്നു കേട്ടോ.
പിന്നെ ആ ഫുഡ് പറ്റാത്ത ആൾക്കാരൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ചപ്പാത്തിയൊക്കെ ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ സോസും കുറേ വാങ്ങിയിരുന്നു. കാരണം ട്രെയിനിലത്തെ ഫുഡ് കഴിച്ചാൽ പണി കിട്ടും എന്നുള്ളത് ഞങ്ങൾക്ക് മുമ്പേ അറിയുന്നതുകൊണ്ട് തന്നെ ഞങ്ങൾ മാക്സിമം ഫുഡെല്ലാം ബാഗിൽ സ്റ്റോക്ക് ചെയ്ത് വെച്ചിരുന്നു. അപ്പോൾ ആ ബിരിയാണി പറ്റാത്തവരൊക്കെ ചപ്പാത്തിയും സോസെല്ലാം കൂട്ടിയിട്ടാണ് പിന്നെ ഫുഡ് കഴിച്ചത് കേട്ടോ. ഞാനും ചപ്പാത്തിയും സോസെല്ലാം കൂട്ടിയിട്ടാണ് നൈറ്റത്തെ ഫുഡ് കഴിച്ചത്. എനിക്കും ആ ഒരു ബിരിയാണി വലിയ നേക്കായി തോന്നിയില്ല കേട്ടോ. സാദിഖ് സാറൊക്കെ നന്നായിട്ട് ഇഷ്ടമായി എന്നൊക്കെ പറയുന്നത്. എനിക്ക് വലിയ നേക്കായിട്ടൊന്നും തോന്നിയില്ല. പിന്നെ പുറത്ത് പോയാൽ പിന്നെ ഫുഡൊന്നും വലിയ സുഖമായിട്ട് നമുക്ക് കിട്ടില്ല. അതുകൊണ്ട് പിന്നെ അതൊക്കെ പിന്നെ ഒരു കഥ തന്നെയാവും. പിന്നെ അങ്ങനെ ചപ്പാത്തിയും സോസെല്ലാം കൂട്ടിയിട്ട് ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ഇന്നത്തെ ഡേ ഏകദേശം തീരുമാനമായിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ സമയം 12 മണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ കിടക്കാൻ വേണ്ടി നോക്കുകയാണ്. അപ്പോൾ എല്ലാവരും കിടക്കാനുള്ളതെല്ലാം സെറ്റ് ചെയ്യാണ് കേട്ടോ. എല്ലാതും സീറ്റെല്ലാം സെറ്റ് ചെയ്തിട്ടാണ് നമുക്ക് കിടക്കേണ്ടത്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ കിടക്കാൻ വേണ്ടി നോക്കുകയാണ്. ഇന്നലെ നൈറ്റിന് ഞങ്ങൾ അങ്ങനെ ഉറങ്ങിയിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇന്ന് ശരിക്കും ഉറങ്ങിയാലേ നാളെ നമുക്ക് പോകേണ്ട സ്ഥലത്തൊക്കെ ശരിക്കും പോകാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് ഞങ്ങളെല്ലാവരും കൂടെ ഇന്ന് ഉറങ്ങാൻ തന്നെ തീരുമാനിച്ചു കേട്ടോ. ഡേ 2 ആണ് കേട്ടോ ഇനി വീഡിയോ വരുന്നത്. ഇത് രാവിലെ നമ്മൾ കോഫി എല്ലാം ഓർഡർ ചെയ്തിരുന്നു. അപ്പോൾ അതെല്ലാം വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ബ്രഷെല്ലാം ചെയ്ത് ഫ്രഷപ്പെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മുടെ ട്രെയിൻ ശരിക്കും 5:30ക്കാണ് ഡൽഹി എത്തേണ്ടിയിരുന്നത് കേട്ടോ. അപ്പോൾ ട്രെയിന് നല്ലോണം പിടിച്ചിട്ട് ലേഗായിട്ടുണ്ട്. അപ്പോൾ 9:30ക്ക് ഡൽഹി എത്തുള്ളൂ കേട്ടോ. നമ്മൾ ലൊക്കേഷനും കാര്യങ്ങളെല്ലാം നോക്കിയപ്പോൾ അങ്ങനെയാണ് അറിയാൻ പറ്റിയത്. അപ്പോൾ തന്നെ നമ്മളെ സമയം കുറച്ച് ലേഗായിട്ടുണ്ട്. ഇനി അവിടെ എത്തിയാലേ ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ ഡൽഹി എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി നിൽക്കുകയാണ്. 8:58 ആയിട്ടോ സമയം. നമ്മൾ ശരിക്കും 5:30ക്ക് എത്തേണ്ടതായിരുന്നു. അപ്പോൾ ഇവരോടൊക്കെ യാത്ര പറഞ്ഞിട്ട് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിവിടെ ഇറങ്ങിയപ്പോൾ തന്നെ ഇവർ ഞങ്ങളെ മുമ്പേ ഇറങ്ങി നിന്നിരുന്നിട്ട് ഞങ്ങൾ യാത്ര അയക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞങ്ങളോട് പോകാമെന്നെല്ലാം പറഞ്ഞതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. ഇവരിവിടെ ഇറങ്ങാനല്ല, ഇവർ ഇതും കഴിഞ്ഞിട്ട് ഇറങ്ങാനുള്ള സ്റ്റോക്കിലാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ നിന്ന് ഇറങ്ങി. ഇനി നമ്മൾ ട്രാവലർ വരുന്നുണ്ട്, നമ്മൾ പാക്കേജുകാർ വരും നമ്മൾ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങോട്ടേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ എല്ലാവരും യാത്രയെല്ലാം പറഞ്ഞിട്ട് നമ്മൾ പോവുകയാണ് കേട്ടോ. എന്തായാലും ട്രെയിൻ യാത്ര ഒക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. പല ആൾക്കാർ അറിയാനും പരിചയപ്പെടാനും പറ്റിയിട്ടുണ്ട്. കുട്ടികളെല്ലാവരും അടിപൊളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോവുകയാണ്.